അബ്ദുൽ ഹമീദ് ഒന്നാമൻ ആരാ? 1777 മദീന സന്ദർശിക്കുന്നത്. അബ്ദുൽ ഹമീദ് ഒന്നാമന്റെ മദീന സിയാറത്ത് 1777 അബ്ദുൽ ഹമീദ് ഒന്നാമൻ 1777 അക്കാലത്ത് അവരൊരു കവിത രചിച്ചിട്ടുണ്ട് റസൂലുള്ളാഹിന്റെ റൗളക്ക്. അബ്ദുൽ ഹമീദ് ഒന്നാമൻ അറബിൽ രചിച്ച കവിത, മനസ്സിലായില്ലേ? അത് നൂറ്റാണ്ടുകൾ മുസ്ലിം ലോകം കൊണ്ടുവന്ന കവിതയാണ്. അത് പരിശുദ്ധ റൗളയിൽ കുത്തിവെച്ചു. പിന്നീട് തെമ്മാടികളായ നജിദികൾ വന്നപ്പോൾ അത് കുത്തിക്കളഞ്ഞു. അബ്ദുൽ ഹമീദ് ഒന്നാമൻ കവിത രചിച്ചു. ആരെപ്പറ്റി? പുണ്യ റസൂലുള്ളാഹ്. കവിത നമുക്കൊക്കെ അറിയാം, പക്ഷേ ഈ കവിത രചിച്ചത് അബ്ദുൽ ഹമീദ് ഒന്നാമൻ രാജാവാണ് ആർക്കും. ഇന്ന് വയലിന് മുമ്പ് മുസ്ലിംമാര് ചെല്ലുന്നൊരു ബെയ്ത്തുണ്ട്. ആ ബെയ്ത്ത് രചിച്ചത് സുൽത്താൻ ഖലീഫ അബ്ദുൽ ഹമീദ് ഒന്നാമനാണ്. 1777 എത്രയോ വലിയ വലിയ ഉസ്താദുമാര് ഇത് ചെല്ലുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് അസം മുസ്ലിം ചെല്ലുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അസം മുസ്ലിം ഇത് ചൊല്ലി കേട്ടിട്ടുണ്ട്. പക്ഷേ നീ അവർ പറയാഞ്ഞിട്ടോ, അക്കാലത്ത് അവർ പറഞ്ഞിട്ടുണ്ടാവാം, ചെവിയിൽ എവിടെയോ ഒരു മറഞ്ഞ ഓർമ്മ ഉണ്ട്. അത് രാജാവ് ഉണ്ടാക്കിയ കവിതയാണ്. ഏതാ കവിത എന്നറിയോ? യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽബി അലാ അഹദി فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمد وأنت حقا غياث الخلق أجمعهم وأنت هادي الورى لله السدد يا من تفجرت الأنهار نابعة من إصبعيه فروا والجيش بالمدد أقول يا سيد سادات يا سندي إني إذا سمني ضيما يربعني كل شفيعا إلى الرحمن من زللي وامن علي بما لا كان في خلدي وانظر بعين الرضا لي دائما أبدا واستضرب بفضلك تقصيري مدى الأمد واعتف علي بعفو منك يشملني فإنني عنك يا مولاي لم أهدي إني توسلت بالمختار أشرف من رقى السماوات سر الواحد الأحد رب الجمال تعالى الله خالقه فمثله في جميع الخلق لم أجد خير الخلائق للمرسلين ذرا ذق الأنام وها بإمل الرشد به اتجهت لعل الله يغفر لي هذا الذي هو في ظني ومعتقدي فمدحه لم يزل دأبي مدى عمري وحبه عند رب بالعرش مستندي عليه أزكى صلاة لم تزل أبدا مع السلام بلا حسر ولا عدد والآل والصحب للمجد قاطبة بحر السماح وائه للجود والمدد 1777 മദീനയിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ സിയാറത്തിന് പോയി. ആര്? അബ്ദുൽ ഹമീദ് ഒന്നാമൻ. അന്ന് അള്ളാന്റെ ഹബീബിനെ തവസ്സുലാക്കി ഹദിയയായി സമർപ്പിച്ച ബെയ്ത്താണിത്. അത് പരിശുദ്ധ റൗളയുടെ ചുമരുകളിൽ കൊത്തിവെച്ചിരുന്നു. ഏതുവരെ? 1924 വരെ റൗളയുടെ ചുമരിലുണ്ട്. പിന്നീട് ചില ധിക്കാരികൾ അത് കുത്തി നശിപ്പിച്ചു. എന്നിട്ട് അതിന്റെ മേൽ പുട്ടിട്ട് പെയിന്റ് അടിച്ചു. ഇപ്പോഴും പുട്ടി തുറച്ചു നിൽക്കുന്ന ചില ഏരിയകളുണ്ട്. ചില ഏരിയകൾ താരീഖിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില ഏരിയകൾ പൊട്ടി മായ്ച്ചിട്ടുണ്ട്. എന്തേ? അത് കല്ലിൽ കുത്തി പെയ്ത്തിരുന്നു. 1777 പുണ്യ റസൂലുള്ളാഹിക്ക് സമർപ്പിച്ചതാണ്. ആര്? ഖലീഫ അബ്ദുൽ ഹമീദ് ഒന്നാമൻ. ലോകത്തിന്റെ പകുതി ഭാഗം അന്ന് ഒരേ കയ്യില്ല. എന്നിട്ട് അവരിങ്ങനെ ചെയ്യുന്നത്. അബ്ദുൽ ഹമീദ് ഒന്നാമൻ എഴുതിയ കവിതയാണിത്. ലോകം മുഴുവൻ ഹൃദയത്തിൽ കൊണ്ടു നടന്നു. വലിയ വലിയ ആലിമീങ്ങൾ വാഴ്ന്നു പറഞ്ഞു ഇത് ചൊല്ലിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് ചൊല്ലി വയലാറ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ചവിട്ട് കേട്ടിട്ടുണ്ട്. അവരങ്ങനെ ചെല്ലാനുള്ള കാരണം എന്താ? അവരെ മുൻഗാമികൾ ചൊല്ലി അവർ കേട്ടിട്ടുണ്ടാവും. അബ്ദുൽ ഹമീദ് ഒന്നാമൻ ഈ കവിത രചിച്ചു. പരിശുദ്ധ റൗളയിൽ കുത്തിവെപ്പിച്ചു. ഓടിച്ചൊരു അർത്ഥം ഞാൻ പറഞ്ഞത് കാണാതെ പഠിച്ചിട്ട് ചെല്ലുന്നത് നല്ലതാ. മുസ്തഫാ നബിയുള്ള തവസ്സുല. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാവരും മനപ്പാടാക്കണം. മുസ്തഫാ നബിനെ കുറിച്ച് തവസ്സുല. മുത്ത് മുഹമ്മദ് മുസ്തഫ വർക്കപ്ര പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം ലോകമേ എങ്ങനെയാണ് രക്ഷപ്പെടുക?
അള്ളാന്റെ ഹബീബിനെ പ്രേമിച്ചവരെ പഠിച്ചറിഞ്ഞിട്ട് ലോകത്തെ സിനിമാ നായകന്മാരെയും ബ്രേക്ക് ഡാൻസർമാരെയും ഇമാമായി നടത്തുന്നവരെ മുന്നിൽ നിർത്തിയാൽ മുസ്ലിമീങ്ങളെ എങ്ങനെയാണ് രക്ഷപ്പെടുക? എങ്ങനെ രക്ഷപ്പെടും? ഇന്ന് മുസ്ലിം ലോകത്തിന്റെ നേതാക്കന്മാരാരാ? ബ്രേക്ക് ഡാൻസർമാരെ പിന്നാലെ നടക്കുന്നവര്, സിനിമാ നടന്മാരെ പിന്നാലെ നടക്കുന്നവര്, തെമ്മാടിക്കൂട്ടങ്ങൾ കൈമാറിയ ചില സാധനങ്ങൾക്ക് കോടിക്കണക്കായ ഉറുപ്പ്യൽവാക്കിയവര്. എല്ലാം കൂടി ഞാൻ പറയും. അവരെ പറയലിന്റെ ഉദ്ദേശം എന്തുകൊണ്ട്? അവർ നന്നാവൂല, നന്നാവാൻ സാധ്യതയില്ല. ഞാൻ അള്ളാന്റെ അധികാരത്തിൽ കഴിയിട്ടല്ല, പക്ഷെ നന്നാവട്ടെ, പക്ഷെ സാധ്യത കുറവാണ്. എന്തുകൊണ്ട്? നന്നാണെങ്കിൽ കുറേ പണി നേരത്തെ പണിയെടുക്കണം. ഇവരെ കയ്യിൽ നിന്ന് അധികാരം വാങ്ങിയിട്ട് ആരെ കയ്യിലെ പറ്റിയത് അതും ചിന്തിക്കുക. നിങ്ങൾ പഠിച്ചോളി, നിങ്ങൾ ഇന്ന വിശ്വസിക്കണ്ട, നിങ്ങൾ പഠിച്ചോളൂ, നിങ്ങൾ ഇന്ന കണക്കാക്കണ്ട, നിങ്ങൾ പഠിച്ചോളൂ. ഇവരാരാ? 1777 അബ്ദുൽ ഹാമിദ് ഒന്നാമൻ, അബ്ദുൽ ഹാമിദ് രണ്ടാമനും കവിത രചിച്ചിട്ടുണ്ട്. ഖുർആൻ പകർത്തിയത് കവിത രചിക്കും, അള്ളാഹിനെ പറ്റി കവിത രചിക്കും, മുസ്തഫ റസൂലുള്ളാഹിനെ പറ്റി, പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെയായിരുന്നു അബ്ദുൽ ഹാമിദ് ഒന്നാമന്റെയും രണ്ടാമന്റെയും പണികൾ. ഇത് നമ്മൾ സാധാരണ ചെല്ലുന്ന ഒരു കവിത. പക്ഷെ ഇത് ആരാ ഉണ്ടാക്കിയെന്ന് നമുക്കറിയില്ല. ഇത് 1926 ശ്രദ്ധിക്കണേ, 1926 അത് നശിപ്പിക്കണേ, 4 അല്ല 26. 1926 ഇത് കുത്തിയെടുത്ത് കളഞ്ഞു, കുത്തിക്കളഞ്ഞു. ഇതിപ്പോ എന്താണുള്ളത്? മുത്ത് റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സില, മുത്ത് മുഹമ്മദ് മുസ്തഫ, അള്ളാഹിന്റെ ഹബീബിനെ കൊണ്ടെടുത്ത തവസ്സില മുഹമ്മദ് മുസ്തഫ. ഇസ്തിഗാസയും തവസ്സില ആരൊക്കെ ചെയ്തിട്ടുണ്ട്? അത് ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ പിൻഗാമികളായ ഇന്ന് വരെ മുഅ്മിനീങ്ങൾ ചെയ്തു വന്നിട്ടുണ്ട്. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുൽ ബിയദി മാലി സിവാക വലാ അൽബി അലാ അഹദി. യാ സയ്യിദി, എന്റെ നേതാവേ, യാ റസൂലുള്ളാഹി മുത്തുനബിയെ, ഖുൽ ബിയദി, എന്റെ കൈ പിടിച്ചോളണമേ, മാലി എനിക്കില്ല, സിവാക അങ്ങല്ലാതെ, വലാ അൽബി അലാ അഹദി, ഒരാളെയും ഞാൻ തെരഞ്ഞെടുക്കുന്നില്ല, എന്റെ കാര്യം കൈകാര്യം ചെയ്യാൻ ഒരാളെയും ഞാൻ ഏൽപ്പിക്കുകയില്ല. അള്ളാന്റെ സൃഷ്ടികളിൽ ഒരു കാര്യം ഞാൻ ഏൽപ്പിക്കുന്നത് അങ്ങേ മാത്രമാണ്. അള്ളാഹ് റസൂലിനെ ഏൽപ്പിച്ചവർ ആരേൽപ്പിച്ചവരാണ്? അള്ളാഹ് ഏൽപ്പിച്ചവർ. പേടിക്കണവര് പേടിച്ചാണോ? അങ്ങോട്ട് എങ്ങനെ? യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. فأنت نور الهدى, അങ്ങയാണ് ഹിദായത്തിന്റെ വെളിച്ചം. ഫീ കുല്ലി കായിനത്തിൻ, എല്ലാ വസ്തുക്കളിലുമുള്ള ഹിദായത്തിന്റെ വെളിച്ചം അങ്ങാണ്. നബി അങ്ങാണ്, നബി അങ്ങാണ്. അത് അംഗീകരിക്കുന്നവര് ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. കുറിച്ച് അവിടെ എത്താതെ ഈമാന്റെ പടിയിലെത്തൂല, ഇതിലെത്താതെ ഈമാന്റെ പടിയിലെത്തൂല. فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. കുളിർ തെന്നലായി പെയ്യുന്ന മഴയുടെ രഹസ്യം അങ്ങാണ്. وأنت سر الندى, കുളിർ തെന്നലായി പെയ്യുന്ന ചാറ്റൽ മഴയുടെ രഹസ്യം പോലും അങ്ങാണ്. യാ ഖൈറ മുഅ്തമദി, അവലംബിക്കാവുന്നതിൽ ഏറ്റവും മഹാനായ നേതാവേ. എല്ലാത്തിന്റെ രഹസ്യങ്ങളാണ്, എല്ലാ വസ്തുക്കളിലും ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളാണ്. അതാരാ? അത് മുഹമ്മദ് മുസ്തഫ. അത് അംഗീകരിക്കുന്നവർക്ക് എത്തണം. അവിടേക്ക് എത്തിയാൽ നമ്മളെ പദവി മാറും. അത് കാണാൻ കഴിഞ്ഞാൽ നമ്മളെ പദവി മാറും. ഒരു വസ്തുവിൽ നിന്ന് റസൂലുള്ളാഹിന്റെ സിറിനെ വായിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അവൻ ആരിഫ്യങ്ങൾ തന്നെ ഉന്നത സ്ഥാനത്ത് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ, പക്ഷേ ഒരു വസ്തുവിന്റെ രഹസ്യം അള്ളാഹിന്റെ ഹബീബാണെന്ന് അറിഞ്ഞാൽ അവൻ യഥാർത്ഥ മുഅ്മിന്റെ പദവിയിൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് പഠിക്കണം കേട്ടോ, അത് അംഗീകരിക്കണം വേണം. അത് അംഗീകരിക്കണമെങ്കിൽ ഈമാന്റെ പടിയിലെത്തും. ഒരിക്കലും എത്തൂല. ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിന്റെയും രഹസ്യം മുഹമ്മദ് മുസ്തഫയാണെന്ന് മനസ്സിലാക്കാതെ ഒരാളും ഈമാന്റെ പടിയിലെത്തുകയില്ല. അതാണ് ഈമാന്റെ പടി. അത് പഠിക്കാതെ എത്തും. നമ്മുടെ വാപ്പാര് വല്യപ്പാര് പഠിച്ചവരല്ല, പക്ഷെ രഹസ്യത്തിലെത്തി. നമ്മൾ പഠിച്ചവരാണ്, നമ്മൾ എത്തിയിട്ടില്ല. പഠിക്കേണ്ട ആവശ്യമില്ല. എന്റെ വല്യപ്പ ഈ പടിയിലെത്തിയ ആളാണ്. ഏത് പടി? ഈമാന്റെ പടി. ആരിഫിന്റെ പടിയല്ല, അള്ളാഹു തീരുമാനിച്ചോട്ടെ. ഈമാന്റെ പടിയിലെ വലിയ പറ്റിയ ആളാണ്. ഈ പ്രപഞ്ചത്തിന്റെ കാമ്പ് റസൂലാന്ന് അറിയായിരുന്നു. പ്രപഞ്ചത്തിൻ കാമ്പ് എന്നൊരു ഒരു വരിയുണ്ട് ഒരു പാട്ടില്. ഞാൻ പാട്ട് കേട്ടിട്ടുണ്ട്.
പ്രപഞ്ചത്തിൻ കാമ്പേ എന്നൊരു വരിയുണ്ട്, ഒരു പാട്ടിലുണ്ട്. റസൂലുള്ളാഹിനെ പറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ എഴുതി എനിക്കറിയില്ല, എഴുതിയ ആൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. പ്രപഞ്ചത്തിൻ കാമ്പേ എന്നുണ്ട്, എന്തൊരു വരിയുണ്ട്. ഹിദായത്തിന് കണ്ണേന്ന് പറയുന്നുണ്ട് ഉത്തര റസൂലുള്ളാഹി, ഒക്കെ ആ പാട്ടിലുണ്ട്. അത് ആരാ എഴുതി എനിക്കറിയാം, ചിലപ്പോൾ എ വി എഴുതിയതാണെന്ന് എനിക്കറിയില്ല, എ വി മുഹമ്മദ് സാഹിബാണ് എഴുതിയതെന്ന് അറിയില്ല. ഏതായാലും ഒരു പഴയ പാട്ടുണ്ടായിരുന്നു, പ്രപഞ്ചത്തിന് കാമ്പാണ് ആര് റസൂലുള്ളാഹി. അത് അവിടേക്ക് എത്തിയാലേ ഈമാൻ കിട്ടുള്ളൂ. അതാണ് ഈമാൻ, അതാണ് ഈമാൻ. ബഹുമാനപ്പെട്ട സഹീൽ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ കണ്ടൊരു ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്ത് എല്ലാ കാര്യത്തിനും ഉടമക്കാരൻ പുണ്യ റബി റസൂലുള്ളാഹി മനസ്സിലാക്കാതെ ഒരാൾക്ക് സുന്നത്തിന്റെ ഹലാവത്ത് ആസ്വദിക്കാൻ കഴിയില്ല. സുന്നത്ത് പറഞ്ഞ കുപ്പായനോട്ടല്ല, ആ കുപ്പായത്തിനുണ്ടല്ലോ ഉള്ളുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനെ അവന്റെ തടിയർ വിട്ടുകൊടുക്കണം. ആരെക്കാളും റസൂലുള്ളാഹിനെ മുണ്ടിക്കണം, ഭർത്താവിനേക്കാൾ റസൂലുള്ളാഹിനെ മുണ്ടിക്കണം, ഭാര്യയെക്കാൾ റസൂലുള്ളാഹിനെ മുണ്ടിക്കണം, മക്കളെക്കാൾ റസൂലുള്ളാഹിനെ മുണ്ടിക്കണം, എന്തിനേക്കാളും റസൂലുള്ളാഹിനെ മുണ്ടിക്കണം. എന്തിനേക്കാളും എന്തിനു ചോദിക്കണം, സ്വന്തം ജീവനേക്കാളും. പറഞ്ഞല്ലോ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, സ്നേഹിക്കണം. പ്രപഞ്ചത്തിന് കാമ്പേ എന്നൊരു വരിയുണ്ട്, ഞാൻ നാളെ നിങ്ങൾക്ക് സൗകര്യപ്പെട്ടാൽ കേൾപ്പിക്കാം. അതാണ് പറഞ്ഞത്. فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. എല്ലാ വസ്തുക്കളിലും ഒളിഞ്ഞു കിടക്കുന്ന ഹിദായത്തിന്റെ പ്രകാശവും അങ്ങാണ്. എല്ലാ മഴയുടെയും രഹസ്യവും ഒന്നാണ്. നദാ നദാ ധർമ്മം എന്ന് പേരുണ്ട്, മഴ എന്ന് പേരുണ്ട്, ഒക്കെ ഇതിന്റെ ഒക്കെ രഹസ്യം അങ്ങാണ്. എല്ലാ സൃഷ്ടികളെയും സഹായിക്കുന്നതും അങ്ങാണ്. എല്ലാ സൃഷ്ടികളെയും സഹായിക്കും, സൃഷ്ടികളെ സഹായിക്കും എല്ലാരും. പറഞ്ഞാൽ ശിരിക്കാവും കഫറാവും ഒക്കെ ഇപ്പോ വാദം പല ആളുകളെയും ചില വലിയ വലിയ ആലിമുല്ല അല്ലാമമാരെപ്പെട്ട വാദം എങ്ങനെ നന്നാവും. ഈ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും ഹിദായത്തിന്റെ അധികാരം അങ്ങയുടെ കയ്യിലാണ്. അതിന്റെ അർത്ഥം എന്താ? ഹിദായത്തിന്റെ കാരണം ഹബീബാ നബി വഴിയുള്ള ഹിദായത്തെ കിട്ടു. കൊടുക്കുന്ന റബ്ബാണെങ്കിലും കൊടുക്കുന്ന വഴിയായി അല്ലാഹു നിശ്ചയിച്ചത് മുഹമ്മദ് മുസ്തഫയാണ്. യമൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിയതൻ മിൻ ഇസ്മാഇഹി ഫറ വൽ ജൈശദിൽ മദദി. രണ്ട് വെടിൽ കുടിയിലൂടെ നദികൾ പൊട്ടി ഒഴുകിയ നബിയെ, യമൻ ഒരു നബിയെ തഫജ്ജറത്തിൽ അൻഹാർ, നദികളല്ലേ പൊട്ടി ഒഴുകിയത് ഇസ്മാഇഹി രണ്ട് വിരലിനിടയിലൂടെ. യമൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിയതൻ മിൻ ഇസ്മാഇഹി ഫറ വൽ മിൻ ഇസ്മാഇഹി ഫറ അവിടുത്തെ മട്ടത് കൊണ്ട് പട്ടാളത്തെ മുഴുവനും അങ്ങ് ദാഹം തീർത്തില്ലേ നബിയെ. എത്ര സംഭവം. വെള്ളത്തിന് കുടുങ്ങിയാൽ കയ്യട് വെക്കും, വെള്ളം വരും. ഒരിക്കൽ വെള്ളം വന്നപ്പോ എത്ര ഉണ്ടാവുമെന്ന് ചോദിച്ചു. പിൻഗാമികളുടെ 1500 ആളുണ്ടായിരുന്നു. ആരുടെ പ്രശംസിക്കുന്നത്? കന്യാവ് കട്ടുമുടിച്ച് നടക്കുന്ന മുസ്ലിം സമുദായത്തെ വഞ്ചിച്ച് നടക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രശംസിച്ചുകൊണ്ട് എത്ര പാട്ട് നടക്കുന്നുണ്ടടാ നമ്മുടെ നാട്ടിൽ. ഹബീബാ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞാലും ശിർക്കായി. യമൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിയതൻ മിൻ ഇസ്മാഇഹി ഫറ വൽ ജൈശ ബിൽ മദദി. യമൻ ഏ നബിയേ തഫജ്ജറത്തിൽ അൻഹാറു, നദികൾ പൊട്ടി ഒഴുകിയില്ലേ, നാബിഅത്തൻ പൊട്ടി ഒഴുകിയില്ലേ, ഉറവയെടുത്തൊഴുകിയില്ലേ നദികൾ. മിൻ ഇസ്മാഇഹി, അവിടുത്തെ വിരൽ കൊടികൾക്ക് ഇടയിലൂടെ, വിരലുകൾക്കിടയിലൂടെ ഒഴങ്ങിട്ട് പൊട്ടി. യമൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിഅത്തൻ മിൻ ഇസ്മാഇഹി ഫറ വൽ ജൈശ ബിൽ മദദി യഖൂലു യാ സയ്യിദ സദാതി യാ സനതി. ഇതാ നബിയെ, ഞാൻ അങ്ങയോട് പറയുകയാണ്, ഇനി ഇതാ സമനി എന്തെങ്കിലും ഒരു പ്രതിസന്ധി എനിക്ക് നേരിട്ട് കഴിഞ്ഞാൽ നബിയെ എന്ത് ചെയ്യണം? ഏത് ഭയപ്പെടേണ്ട പ്രശ്നം എനിക്ക് വന്നു കഴിഞ്ഞാൽ നബിയെ എന്റെ പ്രശ്നം അങ്ങ് പരിഹരിച്ചു തരണം. കുല്ലി ഷഫിയാൻ, അങ്ങ് ഷഫിയാവുകയും വേണം. റഹ്മാനി, റഹ്മാനായ റബ്ബിലേക്ക് മിൻ സനലി, എന്റെ കുറ്റങ്ങളെ പുറത്തു കിട്ടാൻ, കുറ്റങ്ങൾ പുറത്തു കിട്ടാൻ അങ്ങ് ഷഫാഅത്ത് ചെയ്യണം. അലയ്യ, എന്റെ മേൽ അങ്ങ് ഔദാര്യം ചെയ്യുകയും വേണം. ബിമാ ലകാന ഫീ ഖലതി, അല്ലാഹുവേ മുത്തനബിയെ ഞാൻ ചെയ്യാത്ത, എന്നിൽ വന്നു പോയ അബദ്ധങ്ങള്
ചിലപ്പോൾ ഞാൻ എന്തുണ്ടാവും, ഞാൻ ചെയ്ത അബദ്ധങ്ങളുണ്ടാവും, ചെയ്യാതെ പോയ കാര്യങ്ങളുണ്ടാവും. ഇവിടെയെല്ലാം ചിലപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നുപോയ അബദ്ധങ്ങളുണ്ടാവും, എൻ്റെ ശരീരത്തിൽ വന്നുപോയ അബദ്ധങ്ങളുണ്ടാവും, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധമുണ്ടാവും, എൻ്റെ ജീവിതാന്ത്യം വരെ ഞാൻ കൊണ്ടുകളന്ന തെറ്റുകളുണ്ടാവും. അതിലെല്ലാം നബിയെ എനിക്ക് ശഫാഅത്ത് ചെയ്യുകയും എൻ്റെ ബാക്കിയുള്ള ജീവിതത്തിൽ അങ്ങ് എനിക്ക് ഔദാര്യം ചെയ്യുകയും വേണമേ. നബിയെ അങ്ങനെ നോക്കണം, തൃപ്തിയുടെ കണ്ണുകൊണ്ട് നോക്കണം. നീ എന്നെ ദായിമൻ അബദ എന്നെന്നും വഫാത്തായിപ്പോയ ആയിരക്കണക്കായ കൊല്ലങ്ങൾക്ക് വഫാത്തായിപ്പോയ ഈ കവിത എഴുതുന്നതിന്റെ 1100 കൊല്ലം മുമ്പ് വഫാത്താണ് മുഹമ്മദ് മുസ്തഫ. ആ മുസ്തഫ നബിയോട് പറയാ, നബിയെ അങ്ങ് എന്നെ നോക്കണം, പൊരുത്തത്തിന്റെ കണ്ണുകൊണ്ട് നോക്കണം. എന്റെ ജീവിതാന്ത്യം വരെയും എന്റെ വീഴ്ചകളെ അങ്ങയുടെ ഫضل കൊണ്ട് അങ്ങ് മറച്ചു പിടിക്കുകയും വേണം. ഇന്നി തവസ്സൽതു ബിൽ മുഖ്താരി അശ്റഫി മൻ റഖസ് സമാവാതി സിൽ വാഹിദിൽ അഹദി. ഇന്നി തവസ്സൽതു, ഞാൻ തവസ്സുൽ ചെയ്യുന്നത് ബിൽ മുഖ്താരി, മുഖ്താറായ മുത്ത് മുഹമ്മദ് മുസ്തഫ, തിരഞ്ഞെടുക്കപ്പെട്ട നബിയെ കൊണ്ടാണ്. അഷ്റഫി മൻ, ഒരാളിൽ ഏറ്റവും ഷറഫാക്കപ്പെട്ട ആൾ ഒരു സമൂഹത്തിൽ, റഖസ്സമാവാതി, ആകാശങ്ങളിൽ കയറിപ്പോയി, സിരിൽ വാഹിദിൽ അഹദി, വാഹിദും അഹദുമായ റബ്ബിന്റെ രഹസ്യമായ മുഹമ്മദ് മുസ്തഫ, ആകാശങ്ങളിൽ കയറിപ്പോയ മുഹമ്മദ് മുസ്തഫ, സിരിൽ വാഹിദിൽ അഹദി, വാഹിദും അഹദുമായ അല്ലാഹുവിന്റെ രഹസ്യമായ മുഹമ്മദ് മുസ്തഫ. ആ നബിയോടാണ് ഞാൻ തവസ്സുൽ ചെയ്യുന്നത്. റബ്ബുൽ ജമാലി തആലല്ലാഹി ഖാലിഖുഹു ഫമിസ്ലുഹു ബിജമീഇൽ ഖൽഖി ലമജ്ദി. അല്ലാഹുവിന്റെ രഹസ്യമാണ് ഏതല്ലാഹു, റബ്ബിൽ ജമാലി തആലല്ലാഹ്, അല്ലാഹു മേലെയായ റബ്ബ്. ഏത് റബ്ബാണ്? ഖാലിഖു, മുസ്തഫ നബിയുടെ ഖാലിഖാണ്. ഫമിസ്ലുഹു ഫീ ജമീഇൽ ഖൽഖി ലം അജ്ദി, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഇതുപോലെ ഒരാളെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഖലീഫ അബ്ദുൽ ഹമീദ് ഒന്നാമൻ AD 1777 ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിൽ സിയാറത്തിന് പോയപ്പോൾ ചൊല്ലിയ, ഉണ്ടാക്കി എഴുതി പരിശുദ്ധ റൗളയിൽ കുത്തിവെച്ച ബീത്താണ്. കാണാതെ പഠിക്കണം, നിത്യജീവിതത്തിൽ പുലർത്തണം, നല്ല കാര്യമാണ്. ഖൈറുൽ ഖലായിഖി ലൽ മുർസലീന ദുറാ ദുഖറൽ അനാമി വഹാദിഹിം ഇലർ റശ്ദി. ഖൈറുൽ ഖലായിഖി, സൃഷ്ടികളിൽ ഏറ്റവും ഖൈറായ മുഹമ്മദ് മുസ്തഫ, അലൽ മുർസലീന മുറാ, എല്ലാ മുർസലീങ്ങളിലും മേലെയായ മുഹമ്മദ് മുസ്തഫ, ദുഖറൽ അനാമി, എല്ലാ ജീവജാലങ്ങളുടെയും നിക്ഷേപമായ മുഹമ്മദ് മുസ്തഫ, ഹദീഹിം ഇലർ റുശ്ദി, നേരായ മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന മുഹമ്മദ് മുസ്തഫ. ബിഹിൽ തജഅതു ഇലാൽ ലല്ലാഹ യഗ്ഫിറു ലീ ഹാദല്ലദീ ഹുവ ഫീ വനീ വമുഅ്തഖദീ. ബിഹിൽ തജഅതു, ആ നബിയിൽ ഞാൻ അഭയം തേടിയിട്ടുണ്ട്. ഇത് കാരണം റബ്ബ് എനിക്ക് പുറത്തു തന്നേക്കും. ഞാൻ എന്റെ റബ്ബ്, എന്റെ മുത്തുനബിയിൽ അഭയം തേടി. എന്റെ ആയുസ് മുഴുവനും ഞാൻ ചെയ്യേണ്ട പണി ഹബീബായ നബിയെ മദ്ഹ് ചെയ്യലാണ്. ഇതാണ് എന്റെ പണിവും മദഅമുരി. എന്റെ ആയുസ് മുഴുവനും ഞാൻ ചെയ്ത നബിയെ മദ്ഹ് ചെയ്യാം. ആരാ പറയുന്നത്? സുൽത്താൻ അബ്ദുൽ ഹമീദ് ഒന്നാമൻ, ഖലീഫ അബ്ദുൽ ഹമീദ് ഒന്നാമൻ. എന്റെ പതിവ് റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യലാണ്. മദഅമുരി, എന്റെ ആയുസ് മുഴുവനും. റബ്ബിൽ അർശി മുസ്തനദി, ആ നബിയോടുള്ള പ്രേമമാണ് റബ്ബിനോടുള്ള എന്റെ ചേർച്ച ബന്ധം. ഞാൻ റബ്ബിലേക്ക് ചേരുന്നത് നബി വഴിയാ. നബിയിലൂടെ അല്ലാതെ എനിക്ക് റബ്ബിൽ ചേരാൻ കഴിയില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി അസ്കാ സ്വലാത്തിൻ ലസൽ അബദാ മഅസ്സലാമി ബിലാ ഹസ്രിൻ വലാ അദദി. ഏറ്റവും നല്ല സ്വലാത്ത് അല്ലാഹുവിന്റെ ഹബീബിനുണ്ടായിരിക്കട്ടെ. സലാമും അറ്റമില്ലാത്ത والآل والصحبه للمجد قاطبة بحر السماح وآه للجود والمدد. അവിടുത്തെ ആലിനും അസ്ഹാബിനും അവരാരാ? ഔദാര്യത്തിന്റെ ബഹറുകളാണ്, സമുദ്രങ്ങളാണ്. ധർമ്മത്തിന്റെയും സഹായത്തിന്റെയും വലിയ വലിയ മദദുകളായ മദദിന്റെ വലിയ ബഹറുകളും വലിയ വലിയ മഹാന്മാരും ആയാണ്. ജൂഡുകളും ആണ്. ആര്? ബഹറുൽ ജൂഡാണ്.
ബഹറുൽ മദദാണ്. ആര്? ബഹുമാനപ്പെട്ട ആലും അസ്ഹാബും അവരിലും ഉണ്ടായിരിക്കട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരൊറ്റവട്ടം ഞാനൊന്ന് ചൊല്ലിത്തരാം. ഇത് കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും തഹജ്ജുദിനൊക്കെ എണീറ്റ് റസൂലുള്ളാഹി നമ്മൾ സുന്നികളാണല്ലോ. നമ്മൾ സുന്നികളാകുമ്പോൾ നമ്മൾ നമസ്തക്കാരുമാണ്. എന്തിനാ നമസ്ത ഉണ്ടാക്കിയത് ഇത് നിലനിർത്താൻ വേണ്ടിയാണ്. ഇത് നിലനിൽക്കുമ്പോൾ സമസ്ത ഉണ്ടാവും. ഇത് നിലനിർത്തില്ലെങ്കിൽ സമസ്ത ഉണ്ടാവില്ല. ഇത് നിലനിർത്തലാണ് സമസ്തയുടെ ധർമ്മം. ഇതാണ് സമസ്തയുടെ ഉത്തരവാദിത്വം. അതാണ് സമസ്തക്കാരുടെയും ഉത്തരവാദിത്വം. ഈ തവസ്സുലും ഈ ഇസ്തിഗാസയും ഈ ബദർ ബൈത്തും ഈ ബദർ മൗലൂദും ഇതൊക്കെ നിലനിർത്താൻ വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത്. അത് മറന്നൊരു കളി കളിച്ചു വരുത്. നിങ്ങൾ കളിക്കുന്നുണ്ടെന്നല്ല, പക്ഷെ കളിക്കുന്നവർ നമ്മളെ കൂടെ കൂടുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. അപ്പോൾ ഇതിന്റെ റൂഹ് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹുവിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്താൽ അതിനറ്റുണ്ടോ? ഒരു മനുഷ്യനെന്നെ നാവ് കൊണ്ട് മദ്ഹ് ചെയ്താലും ഭൂമിയിലെ 730 കോടി ജനങ്ങൾ മദ്ഹ് ചെയ്താലും ഖിയാമത്ത് നാളുള്ള ജനങ്ങൾ വരെയുള്ള ജനങ്ങൾ മുഴുവനും മദ്ഹ് ചെയ്താലും മുസ്തഫ നബിന്റെ മദ്ഹ് തീരൂല. ഒരിക്കലും തീരൂല. അതാണ് മുഹമ്മദ് മുസ്തഫ. തീരൂല. അതിന് മാത്രം മദ്ഹാണ് ഹബീബ നബിക്ക്. إن فضل رسول لله ليس له حد فيعرب عن هناطق بفمه. ഒരു നാവ് കൊണ്ട് റസൂലുള്ളാഹിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. ഒരിക്കലും കഴിയില്ല റസൂലുള്ളാഹി. ഇതാണ് അവർ ചെയ്തത്. ചിന്തിക്ക് ജനങ്ങളെ, ഇവരെയാണ് നമ്മൾ ആട്ടിവിട്ടത്. ഇവരുടെ ഖിലാഫത്തിനെയാണ് തകർത്തവർക്ക് അവരുടെ ലക്ഷ്യം ഉണ്ടാവും. പക്ഷേ സുന്നികളായ മുസ്ലിയാക്കന്മാർ ഇവരെ മറന്നുപോയി. ഒരു വേദിയിൽ ചർച്ചയില്ല. ഒരു വേദി ചർച്ചയില്ല. സുന്നികളായ കുപ്പായിട്ട് വരുന്ന ആളുകളുടെ ഒരു ചർച്ചാ ക്ലാസ്സിൽ ഒരിക്കൽ ഞാൻ കൂടി ഈ അടുത്ത കാലത്ത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ പറയാം, നമുക്ക് ആ പഴയ കൂട്ടുകൂത്തും കൂട്ടുപ്രാർത്ഥനയൊക്കെ പറഞ്ഞു പോയാൽ പോരെ. അങ്ങനെ ആ കുനൂത്തും കൂട്ടുപ്രാർത്ഥന അതൊക്കെയാണ് പറഞ്ഞാൽ പഴയത് പോലെയൊക്കെ പറഞ്ഞാൽ പോരെ. ഏതാ പഴയത് മൂപ്പർക്ക് അറിയില്ല. പഴയത് ഇതൊക്കെ പറയില്ല. നമുക്ക് അത്യാവശ്യം ചെലവ് കഴിഞ്ഞു പോകാനുള്ള ഒരു വകുപ്പൊക്കെ അങ്ങനെ അങ്ങനെ നമുക്ക് ചിലത്ത് പ്രസംഗമൊക്കെ നടത്തണം. അപ്പൊ നമ്മൾ ചെലവൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞു പോകണം. ഇതെന്റെ ഈ ജാതി അടിസ്ഥാനങ്ങളെ മറന്നു. ആര് പറഞ്ഞു? സുന്നി മൗലവിമാര് പറഞ്ഞു. സുന്നി മൗലവിമാർ ഇവിടെ ബഹുമാനപ്പെട്ട ഖിലാഫത്തുർ റാഷിദക്ക് ശേഷം ഈ ബഹുമാനപ്പെട്ട സമസ്ത രൂപീകരിക്കുന്ന 926 വരെയുള്ള കാലത്ത് ആരാണ് ഇവിടെ സുന്നി സംരക്ഷിച്ചത്? എന്തായിരുന്നു അവരിവിടെ ചെയ്തത്? അതിലെത്ര ആളുകൾ ഉണ്ടായിരുന്നു? അതിന് എന്താണ് ആലിമികൾ ചെയ്ത സമർപ്പണം? എന്താണ് ഔലിയാക്കൾ ചെയ്തത്? എന്താണ് ഔലിയാക്കൾക്ക് സമാനമായ മാന്മാരായ ഖുലഫാക്കൾ ചെയ്തത് എന്നത് പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഒരു നിലക്ക് വഹാബിയത്ത് നമ്മളിലുമായി. വഹാബികൾ എന്താ പറയുന്നത്? ഹിജ്റ 3-ാം നൂറ്റാണ്ടിന് ശേഷം പിന്നെ മുഹമ്മദ് അബ്ദുൽ വഹാബ് വരുന്നത് വരെ ഭൂമിയിൽ ഇരുട്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ അന്നും ഇന്നും പ്രസംഗിക്കുന്നത്. നമ്മൾ വെളിച്ചണ്ടെന്ന് പറഞ്ഞു കൊടുക്കണില്ല. അപ്പോൾ ഫലത്തിൽ നമ്മളെ കുട്ടികൾ ഇരുട്ടായിരുന്നു എന്ന് സമ്മതിക്കും. ഇതാണ് പ്രശ്നം. ഇത് അബ്ദുൽ ഹാമിദ് ഒന്നാമൻ 1977 ഹബീബായ റസൂലുള്ളാഹിക്ക് രചിച്ച ഒരു കവിതയാണ്. അത് പരിശുദ്ധ റൗളത്തു ശരീഫയുടെ ചുമരിൽ അത് കല്ലുകൊണ്ടിൽ കുത്തിച്ചു. നൂറ്റാണ്ടുകൾ 1926 വഹാബികൾ വന്നപ്പോൾ അത് കുട്ടിക്കളഞ്ഞു നശിപ്പിച്ചു. ഞാൻ ആ ബൈത്തൊന്ന് ചൊല്ലിത്തരാം. അത് കാണാതെ പഠിക്കും ലോകം കണ്ട ആലിമീങ്ങൾ. അപ്പോൾ അത് എഴുതിയ ആ ഖലീഫയുടെ മഹത്വത്രയാണ്. അതിലെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആയുസ് മുഴുവനും അങ്ങേക്ക് മദ്ഹ് ചെയ്താ ജീവിച്ചത്. അത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഞാൻ എന്റെ ആയുസൊക്കെ ചെലവാക്കിയത് റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യാനാ. ആരാ പറയണത്? ഖലീഫ. അപ്പൊ ആ കാലത്തെ ആലിമീങ്ങൾ അവസ്ഥ എന്തവർക്ക് കറഞ്ഞു? അവരൊക്കെ ത്വരീഖത്തുകാരാണ്. ത്വരീഖത്തില്ലാത്തവര് ഉസ്മാനി രാജാവില്ല. എന്നാൽ ഇന്ന് നിലനിൽക്കുന്ന ഭരണാധികാരികൾക്ക് ത്വരീഖത്ത് ഇസ്ലാമിന്റെ പുറത്താണ്. ഇസ്ലാമിലെ മൂന്നാമത്തെ ഭാഗം 3 കാര്യമാണ് ഇസ്ലാം. ദീനാണ് 3 കാര്യം. അൽ ഇസ്ലാം വൽ ഈമാൻ വൽ ഇഹ്സാൻ. ഇന്നത്തെ ആളുകൾ എന്ത് ചെയ്തു? ഇന്നത്തെ ഭരണാധികാരികളും അവർക്കൊപ്പിച്ച് നിൽക്കുന്ന മൗലവിമാരും ഇസ്ലാമിനെ ഈമാനെ എടുത്തിട്ട് എന്ത് ചെയ്തു? ഇഹ്സാൻ ഒഴിവാക്കിയിട്ട് ഇസ്ലാമിനെ അപൂർണാക്കി, ഈമാനെ അപൂർണാക്കി. ഇഹ്സാനെ തള്ളിക്കളഞ്ഞ ബാക്കി നിലക്കൊണ്ടല്ല. ഇഹ്സാൻ പോയ പിന്നെ എന്ത് ഇസ്ലാം, പിന്നെ എന്ത് ഈമാൻ? ഇവിടെ ആയിരക്കണക്കായ കൊല്ലങ്ങൾ എങ്ങനെ ഇതൊക്കെ വന്നു? വഹാബികൾ എന്താ പറയുന്നത്? 3 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഇരുളടഞ്ഞു പോയി. പിന്നെ വെളിച്ചമൊപ്പിച്ചത് മുഹമ്മദ് അബ്ദുൽ വഹാബാണ്. നമ്മള് അതൊന്നും പറയില്ല. നമ്മൾ മിണ്ടൂല. വെളിച്ചാണോ ഇരുട്ടാണോ പറയില്ല. അപ്പൊ പൊതുജനം മനസ്സിലാക്കി ഇരുട്ടാണ്. ഇയാൾ വരുന്നത് വരെ ഇയാളല്ലേ ഇരുട്ടുണ്ടാക്കിയത്. അതുവരെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചത്തിന് ഒരു ചരിത്രപടയുണ്ട്. അത് നമ്മൾ മറന്നു. പഠിച്ചില്ല. മറന്നു എന്നല്ല, പഠിച്ചില്ല. പഠിച്ചാലല്ലേ മറക്കുള്ളൂ.
യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാ ലി സിവാക വലാ ഖൽബി അലാ അഹദി ഫഅൻത നൂറുൽ ഹുദാ في كل كائنتي وأنت سر الندى يا خير معتمدي وأنت حقا غياث الخلق أجمعهم وأنت هادي الورى لله للسدد يا من تفجرت الأنهار نابعة من إصبعيه فروا بل تيشد بالمدد أقول يا سيد ساداتي يا سنتي إني إلى سامني ليطم يرفعني كل شفيع إلى الرحمن من زلدي وامنن علي بما لا كان في خلدي وانظر بعين الرضا لدائما أبدا واستدرك بفضلك تقصري مدى الأمد واعطف علي بعفو بمنك يشملني فإنني عنك يا مولاي لم أهدي واعطف علي باقي ഞാൻ വിട്ടുപോയതാ واعطف علي എൻ്റെ മേൽ നബി അങ്ങ് മയൻ ചെയ്യണം بعفو منك അങ്ങയുടെ അഫ്വ കൊണ്ട് യശ്മലുനി എന്നെ മൂടുന്ന فإنني عنك നബി ഞാൻ അങ്ങയെ തൊട്ട് യാ മൗലായ എന്നെ നേതാവേ ലം അഹദി ഞാൻ തെറ്റുകയില്ല ഞാൻ അങ്ങയെ തൊട്ട് തെറ്റൂല ഞാൻ എപ്പോഴും അങ്ങയുടെ കൂടെ ഇരിക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ واعطف عليه بعفو بمنك يشملني فإنني عنك يا مولاي لم أهدي إني توسلت بالمختار أشرف من رقى السماوات سر للواحد الأحدي رب الجمال تعالى الله خالقه ومثله في جميع الخلق لم أجدي خير الخلائق للمرسلين ذراء ذخر الأنام وها بهم إلى الرشد به التجأت على الله يغفر لي هذا الذي هو فيه وني ومعتقدي ഈ വിചാരം ഞാനുള്ളത് ഈ വിശ്വാസത്തിലാണ് ഞാനുള്ളത് فمدحه لم يزل بي مدى عمري وحبه عند رب العرش مستندي عليه أزكى صلاة لم تزل أبدا مع السلام بلا حسر ولا عدد والآل والصحب أهل للمجد قاطبة بحر السماح طاهر للجود والمدد شاء الله നമ്മുടെ സൈറ്റ് വഴി അതിന്റെ അത് അപ്ലോഡ് ചെയ്യും കാണാതെ പഠിക്കുക രാത്രി തഹജ്ജുദൊക്കെ നിസ്കരിച്ച് റസൂലിനെ കൊണ്ട് തവസ്സുൽ ഇസ്തിഗാസയും ചെയ്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ ഇതിനല്ലേ നമ്മൾ സുന്നിയായത് ഇതിനല്ലേ സുന്നിയായത് അപ്പൊ എന്തേ ഇത് ദീനാണ് ഇവിടെ എല്ലാം ഇതൊക്കെ ഇപ്പൊ എല്ലാവരും കയ്യിൽ നിന്ന് പോയി പലർക്കും നേരല്ലല്ലോ ആർക്കാ നേരം പറന്നു നേരല്ല യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാ ലി സിവാക വലാ ഖൽബി അലാ അഹദി ഇതൊക്കെ ദായിമായി ചെയ്യുന്നവർക്ക് സിഹർ ബാധിക്കൂല സിഹർ ഉണ്ടെങ്കിൽ ഇതിനെ പൊട്ടും ഇത് ഞാൻ വെറുതെ പറയല്ല അങ്ങനെയുള്ള നാവിൽ നിന്ന് കേട്ട് പറയാണ് കൂട്ടത്തിൽ പറയാം ഇതൊന്നും ഞാൻ എൻ്റെ അഭിപ്രായം പറയല്ല ഈ ബെയ്ത്ത് ദായിമായി കൊണ്ട് നടക്കുന്ന ആൾക്ക് സിഹർ ഉണ്ടെങ്കിൽ തന്നെ പൊട്ടും സിഹറിന് മുന്നോട്ട് പോകാൻ കഴിയില്ല സിഹർ ഒളിഞ്ഞു പോകും ദായിമാക്കുന്ന ആളുകൾക്ക് സിഹർ ബാധിക്കൂലാണ് സ്വാലിഹായ ഒരാളുടെ നാവിൽ നിന്ന് മുത്തഖയായ വിലായത്തിന്റെ മർത്തബയിലുള്ള ഒരാളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധം എന്റെ ആയുസ് മുഴുവനും ഞാൻ ചെയ്തത് അല്ലാഹുവിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്യാണ് ഇന്ന് ലോകരാജ്യങ്ങളുടെ അവസ്ഥ എന്താ ഇതിനപ്പുറം ഞാൻ പറയുന്നില്ല അതുകൊണ്ട് പഴയതിലേക്ക് തിരിച്ചു പോകണോ ഏറ്റവും ചുരുങ്ങിയത് ഒന്നും ചെയ്യണ്ട എന്ത് ചെയ്യണം ഇവരുടെ താരീഖിനെ പൊതുജനത്തിന്റെ മുന്നിൽ ഹയാത്താക്കാനെങ്കിലും എന്നെ പോലെയുള്ള പ്രഭാഷകർ തയ്യാറാകണം മുൻഗാമികളായ സുലഹാക്കളുടെയും ഔലിയാക്കളായ ആരിഫീങ്ങൾ ഔലിയാക്കന്മാരുമായ രാജാക്കന്മാരുടെയും സുൽത്താൻമാരുടെയും ഖലീഫമാരുടെയും ഒക്കെ ചരിത്രങ്ങളുണ്ട് അത് ഹയാത്താക്കാൻ കഴിയണം അവരൊരേ സമയത്ത് സൂഫികളാണ് അതേ സമയത്ത് ധീരന്മാരാണ് അതേ സമയത്ത് അവര് മുഹബ്ബുൻ നബിയിൽ മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെയാണ് നിന്ന് പറഞ്ഞാൽ തീരില്ല നാളെ ബാക്കി പറയും റമളാൻ മാസത്തെ അവരുടെ പതിവുകൾ റമളാൻ മാസത്തിൽ അവർ ചെയ്തിരുന്ന പതിവുകൾ അതൊക്കെ നാളെ പറയും അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലിദുമായി അവർക്കുള്ള ബന്ധങ്ങൾ പിന്നെ ഇതുപോലത്തെ താരീഖുകൾ വേറെയുണ്ട് പോലെ നിറഞ്ഞ്
ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. കാര്യങ്ങളൊക്കെ ക്ലിയറായി മനസ്സിലാക്കി അഹ്ലുസുന്നയാണ് ഹഖായ പന്ഥാവ്, അതാണ് നേരായ മാർഗം. ബാക്കി മുഴുവനും ബാത്തിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ആധുനിക സലഫികൾ അഥവാ വഹാബികൾ അവർ ദജ്ജാലിന്റെ മാർഗത്തിലാണ്. അവരുടെ നേതാവ് ദജ്ജാലായിരിക്കും. ദജ്ജാൽ പുറപ്പെട്ടാൽ അവർ ദജ്ജാലിനെ സഹായിക്കുകയും മഹ്ദി ഇമാമിനെ തള്ളുകയും ചെയ്യും. മഹ്ദി ഇമാം പുറപ്പെട്ടാൽ മഹ്ദി ഇമാമിനെ ആദ്യം എതിർക്കാൻ വരുന്നതും വഹാബികളായിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ, വീട്ടിൽ പോയിട്ട് നിങ്ങൾ വീട്ടിൽ പോയി എഴുതി വെച്ചോളൂ. ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെട്ടാൽ ഇമാം മഹ്ദിയുടെ ആദ്യത്തെ ശത്രു ഇന്നത്തെ ആധുനിക സലഫികളാണ്, വഹാബികളാണ്. ദജ്ജാൽ വന്നാൽ ഈ സമുദായത്തിൽ ദജ്ജാലിനെ പിൻപറ്റുന്നവരും അവരായിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ, നിങ്ങൾ എഴുതി വെച്ചോളൂ, നിങ്ങൾ എഴുതി വെച്ചോളൂ. ഈ നമ്മുടെ സമാനിൽ നടന്നാൽ നേരിട്ട് കാണാം, അല്ലെങ്കിൽ അടുത്ത സമാനായിട്ടുണ്ട്. അതിലേക്കുള്ള അവസ്ഥ ഒരുക്കുക എന്ന ഒരു ഉത്തരവാദിത്തത്തിൽ ലോകത്ത് പല ആളുകൾ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽപ്പെട്ട അല്പമാണ് ഈ ഹാദിമായി ഞാൻ ചെയ്യുന്നത്. പറയുള്ളൂ. അള്ളാഹു സ്വീകരിച്ചാൽ അള്ളാഹു തൗഫീഖ് തരട്ടെ. അത്ര ഒരു ലക്ഷ്യത്തിന്റെ പിന്നിൽ അള്ളാഹിനെ പേടിക്ക്, അള്ളാഹുവിനെ പേടിക്ക്, ഇരുകാലിയെ പേടിക്കല്ല, അള്ളാഹുവിനെ പേടിക്ക്, അള്ളാഹിനെ പേടിക്ക്, പിന്നെ ഇരുകാലിയെ പേടിക്കല്ലേ, അതിനെ പേടിക്ക്. സാലിഹ്യങ്ങളെ കണ്ടെത്ത്, കള്ളന്മാരെ തിരിച്ചറിയണം. ശരി തന്നെ, ത്വരീഖത്തിലൊക്കെ കള്ളന്മാർ പലരും പല ത്വരീഖത്തിലും കള്ളന്മാരുണ്ട്, പല ത്വരീഖത്തിന്റെ പേരും കള്ളർ ഇറങ്ങിയിട്ടുണ്ട്. ശരി തന്നെ. പക്ഷേ ധാരാളം ഹക്കായ ത്വരീഖത്തുകൾ ഇന്ന് ഭൂമിയിലുണ്ട്. ഇതിനൊക്കെ ഹക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടെത്തലും ഇല്ലെങ്കിൽ ദീനിന്റെ ഒരു ഭാഗം മുറിച്ചു കളയലാണ്. ദീനിന്റെ ഭാഗം മുറിച്ചു കളഞ്ഞാൽ ഇസ്ലാമും പൂർത്തിയാവൂല, ഈമാനും പൂർത്തിയാവൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബിസ്മില്ലാഹ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരുപാട് ബഹുമാനപ്പെട്ട ഈ വിഷയത്തിൽ മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ കിതാബ് വായിക്കാൻ വേണ്ടിയിട്ട് 3 ദിവസം കൊണ്ട് 3 ദിവസം വായിക്കാൻ കഴിഞ്ഞില്ല. നാളെങ്കിലും വായിക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءنا أعداءك أعداء الدين. എല്ലാവരും സഹായിക്കണമേ അല്ലാഹ്. എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണമേ അല്ലാഹ്. ദാറുൽ ഖുർആനെ സഹായിക്കണമെന്ന് ഇതിന്റെ കേൾവിക്കാരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.